ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ മാർക്കോ റൂബിയോയെ മനിലയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. മനിലയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാർക്കോ റൂബിയോ, അതേപോലെ തന്നെ അമേരിക്കൻ എൻവോയ് സെർജിയോ ഗോർ, അതുപോലെ ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, ഫിലിപ്പൈൻസ്, ഇന്ത്യ, അമേരിക്ക, ഇവരൊക്കെ തന്നെയാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ക്വാഡ് സഖ്യത്തിലേക്ക് ഫിലിപ്പൈൻസിനെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനി ഈ ക്വാഡ് എക്സ്പാൻഡ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള, അതേപോലെ ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചാണ് ചർച്ച നടന്നത്. അതേപോലെ ഇൻഡോ പസഫിക് റീജിയനിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചൈനയുടെ ഒരു ഡോമിനൻസ്, അതിനെതിരെ തന്നെയാണ് നിലപാട്. അതേ സാഹചര്യത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും തമ്മിലുള്ള ബന്ധത്തിനെ വല്ലാത്ത രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് ചൈനയുടെ ഉള്ളിൽ നിന്നും യു ജിയാൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും ആ ഒരു പാർട്ട്ണർഷിപ്പ്, സ്ട്രോങ്ങർ ഇന്ത്യ ചൈന കോപ്പറേഷൻ, ഇന്ത്യയുടെയും ചൈനയുടെയും ആ ഒരു സഹകരണ മനോഭാവം ശരിക്കും വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ള രീതിയിൽ. എന്താണ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ, ചൈനയുടെ ഒരു കാർഗോ ഷിപ്പ് നമ്മളുടെ കൊച്ചി തുറമുഖത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഫയർ ആക്സിഡൻറ്റിൽ പെട്ടു. അപ്പോൾ ഫയർ ആക്സിഡൻറ്റിൽ പെട്ട ഉടനെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ചൈനീസ് ക്രൂ മെമ്പേഴ്സിനെയും ഇന്ത്യ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിന് നന്ദി സൂചകമായിട്ടാണ് ചൈനയുടെ റിയർ അഡ്മിറൽ ഈ ഒരു നന്ദി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യ ചൈനയുടെ എന്നല്ല, പാകിസ്ഥാൻ്റെ ക്രൂ മെമ്പേഴ്സ് ആയാലും ഇന്ത്യ രക്ഷപ്പെടുത്തും. അതങ്ങനെ തന്നെയാണ്, അതൊരു മോറൽ എത്തിക്സ് ആണ്. അതേപോലെ ഈ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സിനെ പാകിസ്ഥാൻ നേവൽ ഓഫീസേഴ്സ് രക്ഷപ്പെടുത്തിയ സാഹചര്യമുണ്ട്. നമ്മൾ അത് അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. എനിവേ, പക്ഷേ അതും ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പും നമ്മളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി ഇതെല്ലാം തന്നെ വേറെയാണ്. നമ്മളുടെ ജിയോ പൊളിറ്റിക്സ് മേഖലയും വേറെ തന്നെയാണ്. മനിലയിൽ നടക്കുന്ന ക്വാഡ് സബ്മിറ്റിൻ്റെ മീറ്റിങ്ങും ചൈന ഇന്ത്യയെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട്, ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ച പ്രസ്താവനയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആ സാഹചര്യം വേറെ, ഈ സാഹചര്യം വേറെയാണ്. രണ്ടും വേറെ വേറെ തന്നെയാണ്. എന്നാൽ ഇന്ത്യയെ അട്ടിമറിക്കാൻ, ഇന്ത്യക്കുള്ളിൽ ഒരു കോപ്പ് അഥവാ ഒരു അട്ടിമറി നടത്താൻ, ഒരു റയറ്റ് നടത്താൻ വേണ്ടിയിട്ട് ചൈന ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ യെസ്, തീർച്ചയായിട്ടും ശ്രമിക്കും. അത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യയെ ഗണ്ണിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൈനയുടെ അണ്ടറിൽ പോകണം, കീഴിൽ. ചൈനയാണ് നമ്പർ 1, നമ്മൾ നമ്പർ 2 എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലാതെ ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇന്ത്യയും ചൈനയും മുന്നോട്ട് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. അത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സഹായിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് 2 വിഷയങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നീറ്റ്. പല സ്റ്റേറ്റിലും നീറ്റിനെതിരെയുള്ള വികാരങ്ങളുണ്ട്. നീറ്റ് ശരിയായില്ല, നീറ്റ് പരീക്ഷ നല്ലതല്ല, നീറ്റിന് കൺസിഡർ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ എലിഗേഷൻസ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തെ തന്നെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ 2 വിഷയം മനസ്സിലാക്കണം. ഒന്ന്, ഡൽഹിയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം. 2, ഈ പെട്ടെന്ന് പൊട്ടിമുളച്ച ഈ CJP എന്ന് പറഞ്ഞൊരു പാർട്ടി. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടുന്നു, ആ പോസ്റ്റ് വൈറലാകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പേജ് ഏതാണ്ട് 22 മില്യൺ ഫോളോവേഴ്സ് ആകുന്നു. അങ്ങനെ വലിയ ജനപിന്തുണയോടുകൂടി ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടിറങ്ങി വന്ന് നടത്തുന്ന ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് പൊതുജനങ്ങളുടെ റൈറ്റ് സംരക്ഷിക്കേണ്ടതുണ്ട്. നീറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ലൂപ്പ് ഹോൾസ് ഒന്നും ഇല്ലാത്ത തരത്തിൽ പെരുമാറേണ്ടതുണ്ട്. അതേസമയം ഒരു മന്ത്രി രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത് അത് അയാൾ തന്നെ തീരുമാനിക്കണം. ഈവൻ ഗവൺമെൻറ് വിചാരിച്ച പോലും അയാൾ സ്വമേധയാ രാജി സമർപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. കാരണം ജനപ്രതിനിധിയാണ്, ജനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്, അവിടുത്തെ ജനങ്ങൾ എന്താവശ്യത്തിനാണ് ഇയാളെ തിരഞ്ഞെടുത്തത്? തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ക്യാബിനറ്റിൽ വരുമ്പോഴത്തേക്കും അയാൾക്ക് കിട്ടുന്ന ക്യാബിനറ്റ് റാങ്ക്, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ കറപ്റ്റഡ് ആണോ, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് അന്വേഷണങ്ങൾ നടത്താൻ പല മാർഗ്ഗങ്ങളുണ്ട്, അതിന് പല ടൂളുണ്ട്, മെഷർമെൻറ്റ്സ് ഉണ്ട്. അതൊന്നും പാലിക്കാതെ പെട്ടെന്ന് അമേരിക്കയിൽ നിന്നും പഠിക്കാൻ പോയ വിദ്യാർത്ഥി പഠിത്തം പൂർത്തിയാക്കി അവിടെ തന്നെ തുടർന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ പെട്ടെന്നൊരു പോസ്റ്റ് ഇട്ടത് വൈറലായ ഉടനെ വീണ്ടും ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു പാർട്ടി നമുക്കങ്ങ് രൂപീകരിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചില ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോനം വാങ്ചുക്. ഈ സോനം വാങ്ചുക്കിനെ കുറിച്ചിട്ട് ഞാൻ ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നടന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിക്കൊണ്ട് അവിടുത്തെ പ്രൊഫസർ യൂനസ് അമേരിക്കയിൽ നിന്നും ഇറങ്ങി വന്ന് അവിടെ ഭരണകർത്താവായി തുടരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ അംബാസഡർ ആരാണെന്നും ആ അമേരിക്കൻ അംബാസഡർക്കും
അതേപോലെ തന്നെ ഈ സോനം വാങ്ചുക്കിനും അതുപോലെ ഈ ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക ഉപദേഷ്ടാവായി തുടർന്നിരുന്ന മുഹമ്മദ് യൂനസിനും എന്താണ് ബന്ധം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1.5 വർഷത്തിന് മുമ്പ് അന്ന് ലഡാക്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ തുനിഞ്ഞിറങ്ങിയിരുന്നു, ഈ സോനം വാങ്ചുക്ക്. ഈ സോനം വാങ്ചുക്കിൻ്റെ ഫാദറിൻ്റെ പൊളിറ്റിക്കൽ പശ്ചാത്തലം, ഇയാൾ ഒരു പൊളിറ്റീഷ്യൻ ആകാൻ പറ്റാതെ ഇയാൾ സ്റ്റുഡൻസിൻ്റെ ഫെഡറേഷൻ നടത്തുന്ന വ്യക്തിയാണ്. 1988 ഇയാൾ സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട സംഘടന രൂപീകരിക്കുന്നത്. SECMOL എന്നാണ് ഈ സ്റ്റുഡൻറ് സംഘടനയുടെ പേര്, സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഇൻ ലഡാക്ക്. 1988 ഇയാൾ ഇത് സ്ഥാപിക്കുന്നത്. കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്, അല്ലാതെ ഇത് സ്റ്റുഡൻസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. സ്റ്റുഡൻസുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് കൾച്ചറൽ കലാമിറ്റീസ്, കൾച്ചറൽ റാഡിക്കലിസം, കൾച്ചറൽ റിയോട്ട്സ്, ഇത്തരത്തിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംഘടനയാണിത്. ഐഡിയോളജി ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയാണ്, മാർക്സിസം ത്രൂ മാവോയിസം, ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. മിനിഞ്ഞാന്ന് ജന്തർ മന്ദറിൽ സമരത്തിന് പോയ ആൾക്കാരുടെ ഫേസ് വാല്യൂ നിങ്ങൾ നോക്കണം. പ്രകാശ് രാജ് അവിടെ എത്തിയിട്ടുണ്ട്, നടന്മാർ നിരവധി പേര് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പങ്കെടുത്ത ആൾക്കാരുടെ ഫേസ് വാല്യൂ വെച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇതിനെ വിലയിരുത്താൻ പറ്റും. ഇത് ഒരു ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഈ ലെഫ്റ്റ് ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പ്യൂറായിട്ട്, ഭയങ്കര പ്യൂർ സോളാണ്. ഞങ്ങൾ മാനവികതയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ ഇമോഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്, ഞങ്ങളാണ് ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ അവർ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയും ഇവിടെ ആരാധിക്കുന്നില്ല എന്നൊക്കെ അവർ പറയും. പക്ഷേ എല്ലാ സ്ഥലത്തും ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ പെട്ടെന്ന് അമേരിക്കയിൽ നിന്നും പൊട്ടിമുളച്ച ഒരാൾക്ക് ഇത്തരത്തിൽ ഇന്ത്യക്കുള്ളിൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ പാർലമെൻറ്റിനെതിരെയും അതുപോലെ ഈ സോനം വാങ്ചുക്ക് പോലത്തെ ആൾക്കാർക്ക് ആ വ്യക്തിക്ക് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അതേസമയം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കൂ. ഇതേ ലഡാക്കിനെ ചൈനയ്ക്ക് കൊടുത്തിട്ട് കശ്മീരിനെ പാകിസ്ഥാന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചിരുന്ന ആളാണ് ഈ സോനം വാങ്ചുക്ക്. ആ വ്യക്തി എങ്ങനെയാണ് ഈ പാർട്ട പാർട്ടിയുടെ നേതൃത്വ നിരയിലേക്ക് വന്നത്? എങ്ങനെ വന്നു? അതേപോലെ തന്നെ ഈ അഭിജിത്ത് ദീപ്കെ, ഈ അഭിജിത്ത് ദീപ്കെ ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇപ്പം ആം ആദ്മി പാർട്ടി എവിടെ? ഇവിടെ 2 കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും വന്ന് പെട്ടെന്ന് സമരം നടത്തി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ പല പല ഫാക്ടറികളും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും അൺഎംപ്ലോയ്മെൻറ്റ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിത്തരും എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കരുത്, അത് തെറ്റാണ്. അങ്ങനെ നടക്കാനേ പോകുന്നില്ല. ഇന്ത്യ ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്, അതുപോലെ തന്നെ 67% യുവാക്കളുള്ള ഒരു രാജ്യമാണ്. ജോലി കിട്ടത്തില്ല, ഉറപ്പാണ്. നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം നമ്മൾ ആ കോമ്പറ്റീഷൻ വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആഗോളതരത്തിലുള്ള കോമ്പറ്റീഷൻ അല്ല, ഇന്ത്യക്കുള്ളിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങളെ കോമ്പീറ്റ് ചെയ്യുന്നവൻ നിങ്ങളെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന +2 സ്റ്റുഡൻസ്, നിങ്ങളുടെ ഒപ്പം ഇരുന്ന് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റുഡൻറ്റ്, അവനൊക്കെ നിങ്ങളുടെ കോമ്പറ്റീറ്ററാണ്. മികച്ച ബ്രെയിൻ, അതാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, മികച്ച അഡോപ്റ്റബിലിറ്റിക്ക് തയ്യാറാവുക, പെർഫോം ചെയ്യുക, നിങ്ങളുടെ പൊസിഷൻ ഉറപ്പാക്കുക, സർവൈവ് ചെയ്യുക. ഏതെങ്കിലും ഒരു കുട്ടി നീറ്റിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ അവൻ ഈ ലോകത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞാൻ പറയുമ്പോൾ കുറച്ച് റൂഡായിട്ട് നിങ്ങൾക്ക് തോന്നും, മാനസികമായിട്ട് അത്ര വീക്കാണ്, ആ പ്രായത്തിൽ പക്വതയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നൊക്കെ നമുക്കതിനെ ന്യായീകരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ പാരൻസിനെയാണ്. കാരണം ഇത്തരത്തിൽ തോൽക്കാൻ പഠിപ്പിക്കാത്ത പാരൻസ്, തോൽവി ഉൾക്കൊള്ളാനും അതിനെ അതിജീവിക്കാനും മാനസികമായിട്ട് പൊരുത്തപ്പെടാത്ത സ്റ്റുഡൻറ്റ്, എങ്ങനെയാണ് അവൻ്റെ കോമ്പറ്റീറ്ററിനെ നേരിടാൻ പോകുന്നത്? ഇവനെ കൊണ്ട് എങ്ങനെ ഒരു കുടുംബം നയിക്കാൻ പറ്റും? ഇവനെ കൊണ്ട് എങ്ങനെ ഒരു കമ്പനി നയിക്കാൻ പറ്റും? ഇവനെ കൊണ്ട് എങ്ങനെ ഒരു CEO ആവാൻ പറ്റും? അത്തരത്തിലുള്ള തലമുറയല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പരിതാപകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ സർവൈവൽ. നമ്മളുടെ കുട്ടികളെ തോൽക്കാൻ പഠിപ്പിക്കണം. തോൽവി ശരിക്കും യഥാർത്ഥ പരാജയമല്ല എന്നുള്ളത് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ. അല്ലാതെ അവർ ചോദിക്കുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. മാതാപിതാക്കൾ തോൽക്കുന്നത് വരെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം. ഇത് ഇന്ന് നമുക്ക് വന്ന തോൽവിയാണ്, പക്ഷേ അത് നമ്മൾ അതിജീവിച്ചും കൂടി കാണിച്ചു കൊടുക്കണം. എങ്ങനെ അതിനെ അതിജീവിക്കാം, ആ രീതിക്കുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ നീറ്റിലേക്ക് വരാം.
നീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന് സിലബസ്. ഇവിടെ കേരളത്തിനുള്ളിൽ പഠിപ്പിക്കുന്ന സ്റ്റേറ്റ് സിലബസ്, ഈ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിറങ്ങുന്ന കുട്ടിയും അതുപോലെ തന്നെ CBSE പഠിച്ചിറങ്ങുന്ന കുട്ടിയും ICSE പഠിച്ചിറങ്ങുന്ന കുട്ടികളും ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സിലബസുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം തന്നെ പോയി അറ്റൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഈ നീറ്റ്. ഇതിനു മുമ്പ് സ്റ്റേറ്റ് വൈസ് എൻട്രൻസ് എക്സാം ആയിരുന്നു. അതിനെ സെൻട്രലൈസ്ഡ് എക്സാമായിട്ട് മാറ്റിയതിനു ശേഷമാണ് ഈ പ്രതിസന്ധി വരുന്നത്. കാരണം സിലബസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കോമ്പറ്റീറ്റീവ്നെസ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് ഗവൺമെൻറ് സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളും ഇതേ നീറ്റ് പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെടുകയാണ്. നല്ല രീതിയിൽ CBSE സിലബസിൽ പഠിച്ച് ബാക്ക് ടു ബാക്ക് ട്യൂഷൻ, അതുപോലെ തന്നെ നല്ല പണം ചെലവാക്കിക്കൊണ്ട് എല്ലാം കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾ അവർക്ക് ആ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതേ സമയത്തിൽ ആ ലെവലിലുള്ള ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്ത കുട്ടികൾ കുറേ ഉണ്ട്, മെജോറിറ്റി ഉണ്ട്. ഈ രണ്ട് കൂട്ടരും പോയിട്ട് നീറ്റ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സ് CBSE കുട്ടികൾ അല്ലാന്നുണ്ടെങ്കിൽ പണം മുടക്കി പഠിക്കുന്ന ചില ആൾക്കാർക്ക് കിട്ടുന്ന അത്തരത്തിലുള്ള ഒരു കോമൺ സിലബസ് ഈ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കും അത് ഉൾപ്പെടുത്തണം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വേറൊരു മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് കോച്ചിങ് സെൻറ്റർ മാർക്കറ്റ്. ഈ കോച്ചിങ് സെൻറ്റർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ പഠിച്ച കുട്ടികൾ എല്ലാവർക്കും 10 പേർക്ക് ഇതാ മെഡിക്കൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് എൻട്രൻസ് എക്സാമിൽ. നീറ്റ് പരീക്ഷയിൽ ആദ്യത്തെ 8 റാങ്കുകൾ, ആദ്യത്തെ 10 റാങ്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റ് ഇതൊരു കച്ചവട മേഖലയായിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട മിസ്മാച്ചിങ്സ് ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉടനെ നീറ്റൊക്കെ എടുത്ത് മാറ്റണം, നീറ്റൊക്കെ എടുത്ത് കളയണം, ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല. സെൻട്രലൈസ്ഡ് പൂൾ നല്ലത് തന്നെയാണ്, മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. പക്ഷേ എല്ലാവരെയും മികച്ച വിദ്യാർത്ഥികളാക്കാൻ, അതായത് എൻട്രൻസിൻ്റെ വാതിലിൽ എത്തുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രാഥമികമായിട്ട് പരിഗണിക്കേണ്ടത്. ആ വിഷയത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഗവൺമെൻറ് ആ മേഖലയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബാനറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കൂടെ ഒരു 20,000 പേര് വരൂ, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു 2 ലക്ഷം പേര് വരൂ, നമ്മൾ ഡൽഹിയിലേക്ക് പോവാം, പാർലമെന്റ് കത്തിക്കാം, ഇല്ലെങ്കിൽ നേപ്പാളിനെ പോലെ ബംഗ്ലാദേശിനെ പോലെ സർക്കാരിനെ അട്ടിമറിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്രമസമാധാന നില തകർത്ത് കളയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ അത് നല്ല പരിപാടിയല്ല. നാളെ നമ്മൾ ഇറങ്ങിയാലും നമ്മളെ സഹായിക്കാൻ ഇതേപോലെ പ്രകാശ് രാജ്മാരുണ്ടാവും, ഇതേപോലെ പല സിനിമാ നടന്മാർ, സിനിമാ നടിമാരുണ്ടാവും. പക്ഷേ അതല്ല ശരിക്കും ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബോട്ടേജ്, ആ വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. റിഫോർമേഷൻ, ആ വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അതേപോലെ റെവല്യൂഷൻ, ഇതും നിങ്ങൾ ഓർത്തു വെക്കണം. റെവല്യൂഷൻ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഇതേപോലത്തെ ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റുകളായിരിക്കും. അത് ശരിക്കും കൊലപാതകങ്ങൾ നടത്താനും പിടിച്ചുപറി നടത്താനും അട്ടിമറി നടത്താനും അതുപോലെ പല കമ്പനികൾ പൂട്ടിപ്പിക്കാനും അത് തികച്ചും ഒരു കലാപത്തിൽ ചെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെവല്യൂഷൻ നടത്തുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് റിഫോർമേഷനാണ്. റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട സ്ഥലങ്ങൾ അപ്രോച്ച് ചെയ്ത് ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടാവും. ആ ലീഗൽ സിസ്റ്റത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി കാണണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഡൊമൈനിൽ തപ്പിയാൽ മതി എപ്പോഴൊക്കെയാണ് ഇന്ത്യക്കുള്ളിൽ ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുള്ളത് എന്നുള്ളത്. നീറ്റ് പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഏതെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു പരീക്ഷ ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, എത്ര തവണ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അടിച്ചു നോക്കൂ. ആദ്യമായിട്ടാണ് ഇന്ത്യക്കുള്ളിൽ ചോദ്യപേപ്പർ ചോർച്ച നടന്നിരിക്കുന്നുള്ളത്. ഇനി നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഈ ഒരു കോച്ചിങ് സെൻറ്റർ ക്യാമ്പയിൻസ്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതാൻ വേണ്ടിയിട്ട് പല സെൻറ്ററുകളിലായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകൾ, പാവപ്പെട്ട കുട്ടികൾ ഒരുപാട് പണം ചെലവാക്കിക്കൊണ്ട് പല കോച്ചിങ് സെൻറ്ററുകളിലും പോയി സ്ഥലം പണയപ്പെടുത്തി കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന കുട്ടികളുണ്ട്, സ്വർണ്ണങ്ങൾ പണയപ്പെടുത്തിക്കൊണ്ട് കോച്ചിങ് സെൻറ്റർ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ എക്സാം ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു എക്സാമിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് എക്സാം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു ദുരന്തം തന്നെയാണ്. ആ ദുരന്തം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് നടപടികൾ എടുക്കണോ അതെടുക്കണം. ഇൻഫാക്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മിനിസ്റ്റർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാളുടെ പേരിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടെങ്കിൽ നടപടി എടുക്കുക തന്നെ വേണം. അത് തന്നെയാണ് നമ്മളുടെ നിലപാട്. പക്ഷേ അതിൻ്റെ പേരിൽ അട്ടിമറി, കലാപങ്ങൾ, അതായത് ഈ നീറ്റാണ് എല്ലാം, എന്നിട്ട് ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പോലും ഈ സമരത്തിനുള്ളിൽ എവിടെയും കേട്ടിട്ടില്ല. മന്ത്രി രാജിവെക്കുക, പ്രധാനമായിട്ട് ഇതിലേക്ക് പങ്കെടുക്കാൻ പോയ സ്റ്റുഡൻസ്, ഈ വാങ്ചുക്ക് പോലത്തെ ആൾക്കാർ വിളിച്ചു ചേർക്കുന്ന സ്റ്റുഡൻസ്, ഇതിൻ്റെ പുറകിലുള്ള ഫണ്ടിങ്, ഏത് NGOയുടെ കയ്യിൽ നിന്നാണ് ഇതിന് ഫണ്ടിങ് വന്നിരിക്കുന്നത്?
വാങ് ചുക്കിൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വന്നിട്ടുണ്ട്, അഭിജിത്ത് ദീക്കയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എവിടെയാണ്? ഇതേപോലെ നിരവധി വിഷയങ്ങൾ ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഭിജിത്ത് ദീക്ക എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, ചൈനീസ് ജനതാ പാർട്ടി, ഇല്ലല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഫണ്ടിങ് എവിടെ നിന്നാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരാൾക്കും ഇന്ത്യക്കുള്ളിൽ പ്രതിഷേധിക്കാം, അവരെ സമാധാനപരമായിട്ട് പ്രതിഷേധം നടത്തിക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ത്യയെ നേപ്പാളിനെ പോലെയും ബംഗ്ലാദേശിനെ പോലെയൊക്കെ അട്ടിമറിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ചൈനീസ് അജണ്ടയോടുകൂടി വന്നിരിക്കുന്ന ആൾക്കാർ, അതായത് ലഡാക്കിനെ ചൈനയ്ക്ക് കൊടുക്കണം, പാകിസ്ഥാനിലേക്ക് കശ്മീർ എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഉള്ള ബന്ധം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ പുറകിൽ അജണ്ടയുണ്ട്. ആ അജണ്ട ഈ സമരത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ BJP-കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോ ഒന്നുമല്ല, എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. പക്ഷേ കോമൺ ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഈ വ്യക്തികളെക്കുറിച്ച് കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ആൾക്കാരുടെയൊക്കെ ഇടപെടൽ കാണുമ്പോൾ ഒരു ഡൗട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മേലിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കോക്രോച്ച് കമ്മ്യൂണിസ്റ്റ് ചൈനീസ് CCC ജനതാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.